ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം മറ്റൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ സ്റ്റോറിയൊക്കെ വൈകുകയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ വൈകണേ, ഒരുപാട് നേരം വൈകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏകദേശം പോകുമ്പോഴത്തേന് സമയം ഒരുപാട് വൈകും. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്താ പറയുക, പണി ചെയ്യുമ്പോൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഒരുപാട് പണി ഉണ്ടാവുമല്ലോ. ഒക്കെ ഒരു മഗ്‌രിബ് ആണ് സമയത്തൊക്കെയാണ് പണി കഴിയുള്ളൂ. എന്നാലും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അങ്ങനെ പല ദിവസങ്ങളിൽ അങ്ങനെ പിന്നെ ഞാൻ 3 സ്റ്റോറി ഒരുമിച്ച് ചിലപ്പം എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം ഇങ്ങോട്ട് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ സഫമോളെ കുറച്ച് നേരം അവളെ കൂടെ ഇരിക്കണം പഠിപ്പിക്കാനും. 1ാം ക്ലാസ്സിലാണല്ലോ, മദ്രസയിൽ പരീക്ഷ കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്ത് അപ്പോൾ ഇതിന് ഉറങ്ങേണ്ടതായി. അങ്ങനെയൊക്കെ കുറച്ച് എന്തൊക്കെ തന്നെയായാലും കുറച്ച് തിരക്കും കാര്യമൊക്കെ ഇപ്പോൾ ഒരുപാട് ഈ ടൈമൊക്കെ തെറ്റിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. നിങ്ങളാണെങ്കിൽ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നാളെ ഇനിയിപ്പോൾ ഒരു ടൂറുണ്ട്. വയനാട്ടിലേക്കാണ്, വൈത്തിരി റിസോർട്ടിലേക്കൊക്കെയാണ്. ഞങ്ങളൊരു SLC ബാച്ചിൻ്റെ ഒക്കെ ഒരു ടൂറാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ചിലപ്പോൾ നാളെ രാവിലെ പോകും, മറ്റന്നാളൊക്കെയാണ് വരുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നുസൈബ, മുഹ്സിന, അതുപോലെ തന്നെ എന്നെക്കാളും കഥാപാത്രങ്ങളെ പേര് നിങ്ങൾക്കറിയാം അല്ലേ. ഞാൻ ചിലപ്പോൾ മുംതാസിന് പകരം മുഹ്സിന പറയും. അതുപോലെ അങ്ങനെ പേരുകൾ അങ്ങനെ കൊണ്ട് പരസ്പരം മാറുമല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ ഞാൻ വിടുന്നുണ്ട്. കുറ്റങ്ങൾ ഒരുപാടുണ്ടാവും, പേര് മാറിപ്പോവും. കാരണം എല്ലാം ഈ ഒരാളെന്നല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത്, അതുകൊണ്ടാണ് നേരം വൈകണത്. അതേപോലെ ഇന്നലെ നൂർ ഫാത്തിമൻ്റെ കഥ ഇടാൻ എനിക്ക് പറ്റിയില്ല. അതായത് ഞാൻ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 10 മണിയൊക്കെ 10:30 ആയപ്പോൾ തന്നെ നമ്മളെ ഹിദായത്ത് സ്റ്റോറി വിട്ടപ്പോൾ തന്നെ ഭയങ്കര ഉറക്കം വരല്. അപ്പോൾ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഞാനത് എഡിറ്റ് ചെയ്യണം, വിട്ട് തന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതാണ് ഞാൻ അന്ന് വേഗം ഉച്ചക്ക് ഇട്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും റാഹത്തായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തൊക്കെ പഠിച്ചോ പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് ഒക്കെ എല്ലാവർക്കും അല്ലേ. അപ്പോൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ ഞാൻ വരണ്ട്. ചിലപ്പോൾ അങ്ങനെ ടൈം വൈകുന്നതിൻ്റെ കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിരിക്കും. എന്നാലും കഴിയുന്ന രീതിയിൽ ഞാൻ 3 സ്റ്റോറി കൊണ്ടുപോകണം. പിന്നെ വീട് നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, മക്കളെ കാര്യത്തിൽ അതൊക്കെ നോക്കണമല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വൈകണത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കണത്. അപ്പോൾ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ടൈം തെറ്റുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് ഈ പ്രായമായ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറി കാണുന്നുണ്ട്. അപ്പോൾ 10 മണിൻ്റെ ശേഷം എന്നൊക്കെ പറഞ്ഞാൽ ഓൾക്ക് ഒരിക്കലും അത് കഴിയൂല. കാരണം മെഡിസിൻ കഴിക്കണമല്ലൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു 8:30 സമയത്തൊക്കെ പോയി കഴിയുമ്പോൾ അങ്ങനെ കേട്ട് വേണമെങ്കിൽ ഉറങ്ങുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നേരം വൈകുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാത്രി ഒന്ന് ഉറക്കമൊഴിച്ച് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. കാണുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് കണ്ടാൽ മതി കേട്ടോ. ചിലപ്പോൾ ഒരുപാട് ടൈമൊക്കെ വൈകി കഴിഞ്ഞാലേ അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, റാഹത്തായിരിക്കട്ടെ. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കാണട്ടോ. എല്ലാവർക്കും നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചതല്ലേ. നമ്മളെ നസീബ് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ അൽഹംദുലില്ലാ ഷമ്മാസിൻ്റെ കൂടെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. ഓക്കെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ മുഹ്സിന, അവൾക്ക് പിന്നെ അവളുടെ കാര്യത്തിൽ ഉമ്മാൻ്റെ ഒരു വാശി, ഉമ്മാക്ക് തറവാടുള്ള പെൺകുട്ടികളെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിനാൻ അങ്ങനെ ചെയ്യണത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ജസീന ഫർസാനയുടെ അല്ലേ, ഒരു നിമിഷത്തെ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവൾക്കിപ്പോൾ വലിയൊരു നഷ്ടമൊക്കെ ആയി തീർന്നത്. എന്നാലും അറബി ആ ഒരു സൈത്തുൻ ബിയുടെ കാരുണ്യം കൊണ്ടൊക്കെ അറബിയുടെ വീട്ടിലെത്തി സുഖമായി പോലെ ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ തീരുമാനമാവും എന്നൊക്കെ നമുക്ക് നോക്കിക്കാണും. പക്ഷെ എപ്പോഴും ഷെഫി ഉസ്താദിന് ഇഷ്ടം നമ്മളെ ഫർസാനെ തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒന്ന് മനസ്സ് കയറി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കാനൊന്നും കഴിയൂല. അതായിരിക്കും സംഭവം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ വരട്ടോ.
അപ്പോൾ നാളെ രാവിലെ വയനാട്ടിലേക്കൊരു ട്രിപ്പുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വീഡിയോ വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നതാണ് ഞാൻ പറയണത്. ഇനിയിപ്പോൾ മക്കളൊക്കെ എത്തി തുടങ്ങി ഒരു സ്റ്റോറിയും കൂടി എഡിറ്റ് ചെയ്ത് വിടട്ടെ. ഏകദേശം ഇന്ന് പുതുപ്പറമ്പിലേക്ക്, അതായത് കോട്ടക്കലിൻ്റെ വീട്ടിലേക്ക് പോകണം വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉപ്പാനോട് വരാൻ പറയണം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട്. അങ്ങനെയാണ് വിചാരിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്തുണ്ടെങ്കിലും ക്ഷമിക്കണം കേട്ടോ. വാക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അതുപോലെ തന്നെ പേരുകൾ മാറിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് സത്യം, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി വരും, അതിങ്ങനെ മാറിപ്പോണാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അതങ്ങോട്ട് വിചാരിച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിച്ചു അല്ലേ, കരയിപ്പിച്ചു, അതൊക്കെ ഞാൻ ചെയ്തില്ലേ. അതിനൊക്കെ ക്ഷമ ചോദിക്കണം. അതിനൊക്കെ കരഞ്ഞതിനൊക്കെ പകരമായിട്ട് അവർക്ക് നല്ല ജീവിതം കിട്ടും ചെയ്യും കേട്ടോ. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജീവിതം വരും. നമ്മുടെ നുസൈബാൻ്റെ കഥയൊക്കെ ശരിക്കുള്ള നല്ല പേരിൽ മാറ്റേണ്ടതേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ശരിക്കും നല്ല കഥ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.